ഈശോ ഈശോ എൻ്റെ പൊന്നീശോ, ഈശോ ഈശോ എൻ്റെ പൊന്നീശോ, ഈശോ ഈശോ എൻ്റെ പൊന്നീശോ, ഈശോ ഈശോ എൻ്റെ പൊന്നീശോ. ചുടുകണ്ണീരിൽ കടലിൽ മുങ്ങി ഞാൻ താഴുമ്പോൾ ചാരേ വന്ന് കണ്ണീരൊപ്പും എന്നീശോ എൻ്റെ പൊന്നീശോ, ഈശോ ഈശോ എൻ്റെ പൊന്നീശോ, ഈശോ ഈശോ എൻ്റെ പൊന്നീശോ. സഹനച്ചൂടിൽ വെന്തുരുകുമ്പോൾ കുളിർത്തെന്നലായി എന്നെ തഴുകുമ്പോൾ ചാരേ വന്ന് കണ്ണീരൊപ്പും എന്നീശോ എൻ്റെ പൊന്നീശോ, ഈശോ ഈശോ എൻ്റെ പൊന്നീശോ, ഈശോ ഈശോ എൻ്റെ പൊന്നീശോ. അവിശ്വാസത്തിൻ തിരമാലകളിൽ തകർന്നു ഞാൻ താഴുമ്പോൾ ആശ്രയം നൽകി ചേർത്തണയ്ക്കൂ എന്നീശോ എൻ്റെ പൊന്നീശോ, ഈശോ ഈശോ എൻ്റെ പൊന്നീശോ, ഈശോ ഈശോ എൻ്റെ പൊന്നീശോ. നിരാശതൻ മരുഭൂമിയിൽ മനമുരുകി ഞാൻ അലയുമ്പോൾ ജീവജലമായി കാത്തിരിക്കും എന്നീശോ എൻ്റെ പൊന്നീശോ, ഈശോ ഈശോ എൻ്റെ പൊന്നീശോ, ഈശോ ഈശോ എൻ്റെ പൊന്നീശോ, ഈശോ ഈശോ എൻ്റെ പൊന്നീശോ. അമ്മ തന്നുദരത്തിൽ ഉരുവാകും മുൻപേ പേർ ചൊല്ലി വിളിച്ചവൻ നീ, എന്നിൽ ജീവൻ പകർന്നവൻ നീ, എന്നെ മാറോട് ചേർത്തവൻ നീ. അമ്മ തന്നുദരത്തിൽ ഉരുവാകും മുൻപേ പേർ ചൊല്ലി വിളിച്ചവൻ നീ. ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ, തേടും നിൻമുഖം ജീവകാലമെല്ലാം, ജീവിച്ചിടും ഞാനിൻ സർവവും
ഈശോയെ, അങ്ങയുടെ നാമം വാഴ്ത്തിപ്പാടിക്കൊണ്ട് പരിശുദ്ധ അമ്മയുടെ മേരിമസിനൊരുക്കമായുള്ള തിരുനാളിനൊരുക്കമായുള്ള ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിലേക്ക് കടന്നു വരുമ്പോൾ അങ്ങയുടെ തിരുമുൻപിൽ ഞങ്ങൾക്കുള്ളതും ഉള്ളുമുള്ളായ്മയും ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. എല്ലാം ദാനമായിട്ട് ഞങ്ങൾക്ക് ലഭിച്ചതാണ്. ഒന്നിനും കുറവ് വരുത്താതെ അർഹിക്കാത്ത വിധം നന്മകളും കരുണയും വാരി വിതറിക്കൊണ്ട് അങ്ങ് ഞങ്ങളെ വ്യക്തിപരമായി സ്നേഹിക്കുന്നു. എത്ര പാപം ചെയ്തിട്ട് അങ്ങയിൽ നിന്ന് അകന്നു പോയിട്ടും മകനെ മകളെ എന്ന് വിളിച്ചുകൊണ്ട്, കുഞ്ഞേ എന്ന് ഓമന പേര് വിളിച്ചുകൊണ്ട്, നഷ്ടപ്പെട്ട ആടിനെ തേടി നടക്കുന്നത് ഇടയനെ പോലെ അങ്ങ് ഞങ്ങളെ വാരിപ്പുണർന്ന് അങ്ങയുടെ തോളിലേക്ക് സഹായിച്ചുകൊണ്ട് യാത്ര ചെയ്യുന്ന അങ്ങയുടെ സ്നേഹത്തെ ഈ നിമിഷം ഞങ്ങൾ മുന്നിൽ കാണുന്നു. അമ്മയോടൊപ്പം ഈശോയിലേക്ക് നടന്നെടുക്കുന്ന മക്കളായ ഞങ്ങൾ ഇപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ഓർമ്മയിൽ വരുന്ന, നമ്മോട് പ്രാർത്ഥിക്കാനായിട്ട് പറഞ്ഞിട്ടുള്ള, ഞങ്ങൾ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞിട്ടുള്ള, നമ്മുടെ പ്രാർത്ഥന ഏറ്റവും അത്യാവശ്യമായിരിക്കുന്ന എല്ലാ മക്കളെയും കൺമുൻപിലേക്ക് കൊണ്ടുവരാം. നമ്മുടെ കുടുംബാംഗങ്ങളെ, ആശ്രമത്തിലെ സമൂഹാംഗങ്ങളെ ഈ സമയം നമുക്ക് ഓർക്കാം. പരിശുദ്ധ അമ്മയുടെ തിരുനാള് ഏറ്റവും ആഘോഷമായിട്ട് കൊണ്ടാടുമ്പോൾ ക്രിസ്മസ് ഗിഫ്റ്റ് കൊടുക്കുന്നത് പോലെ എന്ത് മേരിമസ് ഗിഫ്റ്റാണ്, സമ്മാനമാണ് എൻ്റെ അമ്മയ്ക്ക് വ്യക്തിപരമായും കുടുംബപരമായും ഞാൻ നൽകുക എന്ന് നമുക്ക് ഈ നിമിഷം ഓർക്കാം. എന്ത് സമ്മാനമാണ് ഞാൻ നൽകുക? ഈ സമയം തിരുസഭയെ നമുക്ക് അമ്മയെ വരവേൽപ്പിക്കാം. എല്ലാ ഭരണകർത്താക്കളെയും രാഷ്ട്രീയ നേതാക്കളെയും അന്നന്ന് ഉപജീവനത്തിന് വേണ്ട കൂലിപ്പണി ചെയ്യുന്ന എല്ലാ തൊഴിലാളികളെയും വിയർപ്പൊഴുക്കി നെറ്റിയിലെ വിയർപ്പൊഴുക്കി ഉപജീവനം നേടുന്ന എല്ലാ കർഷകരെയും, നഷ്ടം മാത്രം ജീവിതത്തിലാക്കി ഇപ്പോൾ നീങ്ങുന്ന എല്ലാ കർഷകരെയും, പ്രത്യേകിച്ച് മത്സ്യത്തൊഴിലാളികളെയും, കടലോര മക്കളെയും, വനാന്തരങ്ങളിൽ കഴിയുന്ന മക്കളെയും, കോളനികളിൽ കഴിയുന്ന മക്കൾ സമർപ്പിക്കുന്ന ഈശോയെ, അനാഥരെയും വിധവകളെയും സമർപ്പിക്കുന്ന ഈശോയെ, ആരാരുമില്ലാത്ത മക്കളെ സമർപ്പിക്കുന്നു. വൃദ്ധസദനങ്ങളിൽ കഴിയുന്നവരെ, മാതാപിതാക്കളെ വീടുകളിൽ അവഗണിക്കുന്ന കുടുംബങ്ങൾ, ഞങ്ങളെ ആർക്കും വേണ്ട, ഞങ്ങളെ കൊണ്ട് യാതൊരു ഉപയോഗവുമില്ല, യൂസ്ലെസ് പേഴ്സൺസ്, അൺവാണ്ടഡ് പേഴ്സൺസ് എന്ന് ചിന്തിച്ചുകൊണ്ട് കഴിയുന്ന വൃദ്ധ മാതാപിതാക്കൾ, ഇത്രമാത്രം മക്കളെ വളർത്തി വലുതാക്കിയ നാളുകളെ മറന്ന് മാതാപിതാക്കൾക്ക് സ്നേഹം കൊടുക്കാതിരിക്കുന്ന മക്കൾ സമർപ്പിക്കുന്ന ഈശോയെ, ഒരുപാട് മക്കൾ വിവാഹ തടസ്സം നേരിടുന്നവർ, 40-41 വയസ്സായ ഒരുപാട് ആൺമക്കൾ വിവാഹം കഴിയാതെ നിൽക്കുന്നു. വിവാഹ തടസ്സങ്ങൾ മാറ്റി കൊടുക്കണം ഈശോയെ. ഗർഭിണികളായ മക്കൾ, ഡോക്ടേഴ്സും അതുപോലെ ആശുപത്രികളിലൊക്കെ പണ്ടത്തെ പോലെ ഫ്രീ ആയിട്ട് പോകാൻ സാധിക്കാത്ത ഭീതിജനകമായ ഈ ഒരു അന്തരീക്ഷത്തിൽ ഗർഭിണികളായ മക്കൾ ഒരുപാട് അവരെ ആന്തരികമായിട്ട് സഹിച്ചുകൊണ്ടിരിക്കുന്നു. ആ മക്കളെയും ഗർഭിണികളായ മക്കളെ, കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്നു. ഗർഭസ്ഥാവസ്ഥയെ സമർപ്പിക്കുന്നു കർത്താവേ. തിരുസഭ അധികാരികളെ സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങളുടെ പ്രിയപ്പെട്ട പരിശുദ്ധ മാർപ്പാപ്പ ഫ്രാൻസിസ് പാപ്പയെ സമർപ്പിക്കുന്നു. എല്ലാ കർദിനാൾ, മെത്രാന്മാർ, വൈദികർ, സമർപ്പിതരെ, സന്യാസിനികളെ സമർപ്പിക്കുന്ന കർത്താവേ. ഇപ്പോൾ പരിശീലനത്തിലായിരിക്കുന്ന വൈദികരാകാൻ, സമർപ്പിത സന്യാസി സിസ്റ്റേഴ്സ് ആകാൻ ഇപ്പോൾ പരിശീലനത്തിലായിരിക്കുന്ന എല്ലാവരെയും സമർപ്പിക്കുന്നു. ധാരാളം ദൈവവിളികൾ നൽകി തിരുസഭയെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർമ്മല സഭയെ പ്രത്യേകമായിട്ട് സമർപ്പിക്കുന്നു. ഞാനായിരിക്കുന്ന CMC കുടുംബത്തെ സമർപ്പിക്കുന്നു.
അതുപോലെ വിവിധ കോൺഗ്രിഗേഷൻസ് സമർപ്പിക്കുന്നു. അമ്മേ മാതാവേ, അമ്മയുടെ ജനന തിരുനാളിൽ ഏറ്റവും സന്തോഷകരമായിട്ട് ഇത് കൊണ്ടാടുവാൻ ഹൃദയത്തിന് നിർമ്മലതയും ശരീരത്തിനും ആത്മാവിനും വിശുദ്ധി നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സമയം പരിശുദ്ധ അമ്മയുടെ അടുത്തേക്ക് നീങ്ങി നിന്നുകൊണ്ട് അമ്മയെ ഉറ്റുനോക്കിക്കൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ലൂക്ക 1:46 മുതൽ നമുക്കിപ്പോൾ മറിയത്തിന്റെ സ്തോത്രഗീതം ആരംഭിക്കാം. മറിയം പറഞ്ഞു, എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. അവിടുന്ന് തന്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു. ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു. ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു. എളിയവരെ ഉയർത്തി. വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി. സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു. വന്നു പിറക്കാനമ്മയാൻ ഉത്ഭവ പാപ കരയണ്ടി മേരെ ദൈവം ഉരുവാക്കി. അമ്മേ മറിയേ വിമലാംബേ അമലേ ധന്യേ കന്യാംബേ അനുദിനം അങ്ങേ കരധാരണയാൻ അണിമാർന്നിരണി സുന്ദരിയും. പരിശുദ്ധ അമ്മയുടെ മുന്നിൽ നമുക്കിപ്പോൾ മുട്ടുകുത്താം. ഈശോ അവിടുത്തെ മണവാട്ടിയാക്കിയ ആ ദിവസം ഞങ്ങൾക്ക് നൽകിയ എല്ലാ അധികാരങ്ങളും ഉപയോഗിച്ചുകൊണ്ട് പ്രിയപ്പെട്ട പ്രൊവിൻഷ്യലമ്മ ദൈവരാജ്യ വിപുലീകരണ ശുശ്രൂഷയ്ക്ക് വേണ്ടി എന്നെ മാറ്റി നിർത്തിയിരിക്കുന്ന അനുസരണത്തിന്റെ വിശുദ്ധി ഉപയോഗിച്ചുകൊണ്ട് വലിയൊരു വീഴ്ചയിലൂടെ കർമ്മല അമ്മയുടെ അത്ഭുതകരമായ സഹായത്താൽ രക്ഷപ്പെട്ട അമ്മയുടെ നാമം സ്വീകരിക്കാൻ ഭാഗ്യം ലഭിച്ച ആ വലിയ അഭിഷേകം ഉപയോഗിച്ചുകൊണ്ട് ഈ സമയം എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. പിതാവായ ദൈവത്തിന്റെ സ്നേഹക്കോട്ടയും പുത്രനായ ദൈവത്തിന്റെ തിരുരക്തക്കോട്ടയും പരിശുദ്ധാത്മാവിന്റെ അഗ്നികോട്ടയും പരിശുദ്ധ അമ്മയുടെ ജപമാല കോട്ടയും സകല വിശുദ്ധരുടെയും മാലാഖമാരുടെയും പ്രാർത്ഥനാ കോട്ടയും വിശുദ്ധ യോസേപ്പ് പിതാവിന്റെ നീതി വിശുദ്ധി കോട്ടയും നാം എല്ലാവരോടും കൂടെ എപ്പോഴും ഉണ്ടായിരിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്വർഗത്തിലേക്ക് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് കർത്താവിനെ അത്യുച്ചത്തിൽ നമുക്ക് സ്തുതിക്കാം. എല്ലാവരും വീടുകളിലായിരിക്കുന്ന ജോലി സ്ഥലത്തായിരിക്കുന്ന എല്ലാ മക്കളും കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ഇപ്പോൾ സ്തുതിച്ചുകൊണ്ടിരിക്കും. എല്ലാവരും സ്തുതിച്ചു. പിതാവേ, അങ്ങേ ഞാൻ ആരാധിക്കുന്നു.
പുത്രനാമേശുവേ അങ്ങേ ഞാൻ ആരാധിക്കുന്നു. പിതാവേ അങ്ങേ ഞാൻ ആരാധിക്കുന്നു. പുത്രനാമേശുവേ അങ്ങേ ഞാൻ ആരാധിക്കുന്നു. ഈശോയുടെ പരിശുദ്ധ ദൈവമേ അങ്ങേ ഞാൻ സങ്കീർത്തനങ്ങൾ 34:5 പറയുന്നു, അവനെ നോക്കിയവരൊക്കെ പ്രകാശിതരായി. ഈ തങ്ങളെ മുറിവേൽപ്പിച്ചവരെ അവർ നോക്കി നിന്നു. ഈ പ്രാർത്ഥന ശുശ്രൂഷയുടെ അവസാന ഭാഗത്തേക്ക് കടന്നു വരുമ്പോൾ ഈശോ നമുക്ക് വേണ്ടി രക്തം ചിന്തി മരിച്ച് എന്നെയും നിങ്ങളെയും വീണ്ടെടുത്ത ഈശോയിലേക്ക് നോക്കിക്കൊണ്ട് അവനെ നോക്കിയവരൊക്കെ പ്രകാശിതരായി. ഈ പ്രകാശത്തെ ചെലുത്താൻ വേണ്ടി പരിശുദ്ധ അമ്മ പറയുന്നു, അമ്മയ്ക്ക് പറയാനുള്ള ഒരേ ഒരു വചനം മാനസാന്തരപ്പെടുകയും മാനസാന്തരപ്പെടുകയും. ഇത് മാത്രമാണ് അമ്മയ്ക്ക് പറയാനുള്ളത്. ഈ സമയം നമ്മുടെ പാപങ്ങള് ക്ഷമിച്ച് പരിശുദ്ധിയിൽ ജീവിക്കുവാനായിട്ട് പരിശുദ്ധ അമ്മയുടെ പെരുമാറിന് ഒരുക്കമായിട്ട് ഒരു മേരി സമ്മാനം അനുമതി കാഴ്ചവെക്കുവാനായിട്ട് നാം ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈശോ ഇന്ന് നമ്മുടെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന പുണ്യ നിമിഷത്തിലെ നമുക്ക് എല്ലാവരെയും സമർപ്പിക്കാം. ആദ്യമായിട്ട് ഈ ലോകം മുഴുവനിലുള്ള സർവ്വ മക്കളെയും യേശു നാമത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പരിശുദ്ധ പിതാവും മാർപ്പാപ്പയെയും തുടർന്നുള്ള തിരുസഭ അധികാരികൾ എല്ലാവരെയും, എല്ലാ മെത്രാന്മാരെയും, എല്ലാ വൈദികരെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും സമർപ്പിക്കുന്നു. യേശു നാമത്തിൽ എല്ലാ വൈദികരെയും, സന്യാസിമാരെയും, എല്ലാ മിഷണറിമാരെയും സമർപ്പിക്കുന്നു. യേശുനാമത്തിൽ എല്ലാ രോഗികൾ, മാറാരോഗികൾ, പ്രത്യേകിച്ച് എയ്ഡ്സ് രോഗികൾ, കുഷ്ഠരോഗികൾ, ഇപ്പോൾ കൊറോണ ബാധിച്ചുകൊണ്ടിരിക്കുന്ന സർവ്വരോഗികളെ, ഭീതിയോടെ കഴിയുന്ന അവരുടെ കുടുംബാംഗങ്ങളെയും സമർപ്പിക്കുന്നു. യേശുനാമത്തിൽ പെട്ടെന്നുള്ള മരണം മൂലം ഒന്ന് ഒരുങ്ങുവാനോ പരിശുദ്ധ കുർബാന സ്വീകരിക്കുവാനോ അനുരഞ്ജനം ഉദാശയ്ക്ക് അണയുവാനോ സാധിക്കാതെ പ്രിയപ്പെട്ടവരെ പെട്ടെന്നുള്ള മരണം മൂലം ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾ പാഞ്ഞു പതിക്കുന്ന, ശുദ്ധീകരണ സ്ഥലത്തിലായിരിക്കുന്ന അനാഥാത്മാക്കള്, പ്രാർത്ഥിക്കാൻ ആരാരും ഇല്ലാത്തവര്, ഇവരെ ഓരോരുത്തരെയും സ്വർഗത്തിലേക്ക് കരേറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുനാമത്തിൽ എല്ലാ തൊഴിലില്ലാത്തവര്, ജോലിയില്ലാത്തവര്, അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾ വർഷങ്ങളായിട്ട് വിവാഹം കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളില്ലാത്തവര്, അതുപോലെ വീട് ഇല്ലാത്തവര്, ഈ മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. യേശുനാമത്തിൽ കർഷകരായ മക്കൾ, കൂലിപ്പണി ചെയ്യുന്നവര്, മത്സ്യത്തൊഴിലാളികൾ, അതുപോലെ ജോലിയില്ലാതെ വിഷമിക്കുന്നവര്, കടബാധ്യതകൾ, സാമ്പത്തികമായി ഞെരുക്കങ്ങൾ, വീട് ജപ്തി ചെയ്യാനായിട്ട് ഇന്നോ നാളെ വരുമെന്നോർത്ത് ഭീതിയാൽ കഴിയുന്ന സർവ്വ മക്കളെയും ഈശോയ്ക്ക് സമർപ്പിക്കുന്നു. യേശുനാമത്തിൽ ഈശോയുടെ നാമത്തെ നിന്ദിച്ചുകൊണ്ട് അതുപോലെയുള്ള തിന്മയുടെ ചാച്ചിലുകൾ, പാപത്തിന്റെ മ്ലേച്ഛതകൾ, ഈശോയെയും മാതാവിനെയും അവഗണിച്ചുകൊണ്ട് ജീവിക്കുന്ന, ദൈവവചനത്തെ കുറ്റം പറയുന്ന, മാർപ്പാപ്പയെ അംഗീകരിക്കാത്ത, പരിശുദ്ധ കുർബാനയെ നിന്ദിക്കുന്ന നിരവധി മക്കളെ കൺമുൻപിൽ കണ്ടുകൊണ്ട് ഈ ആരാധനയിൽ സമർപ്പിക്കുന്നു. യേശുനാമത്തിൽ വൃദ്ധസദനങ്ങളിൽ കഴിയുന്ന മാതാപിതാക്കൾ, അനാഥാലയങ്ങളിൽ കഴിയുന്നവര്, ബാല്യത്തിൽ തന്നെ അനാഥ കേന്ദ്രങ്ങളിലോ ഓർഫനേജുകളിൽ കഴിയുന്ന മക്കൾ, മാനസികമായിട്ട് തകർന്നുകൊണ്ട് മനസ്സിന്റെ സമനില തെറ്റിക്കൊണ്ട് മാനസികാരോഗ്യ കേന്ദ്രങ്ങളിൽ കഴിയുന്നവർ, ആശുപത്രികളിൽ കഴിയുന്നവർ, ആരാലും നോക്കാനില്ലാതെ അനാഥരും വിധവകളുമായ മക്കൾ, ഇവരെ ഓരോരുത്തരെയും ഈ ആരാധനയിൽ സമർപ്പിക്കുന്നു. യേശുനാമത്തിൽ പ്രവാസികളായി കഴിയുന്നവരെ, കുടിയേറ്റക്കാരായി കഴിയുന്നവരെ, വിദേശത്ത് നിന്ന് തങ്ങളുടെ കുടുംബത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നവരെ, അതിന് സാധിക്കാതെ വിഷമിക്കുന്നവരെ, വിസ ശരിയാവാതെ വിഷമിക്കുന്നവരെ, ഈ മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. യേശുനാമത്തിൽ കൊറോണ എന്ന മഹാമാരിയെ ഭയക്കാതെ തങ്ങളുടെ ജീവൻ പണയം വെച്ചുകൊണ്ട് ഡോക്ടേഴ്സും നേഴ്സസും മറ്റ് ആതുര വിവിധ തരത്തിലുള്ള ശുശ്രൂഷകൾ ചെയ്യുന്ന ആതുര ശുശ്രൂഷകളെ ഇപ്പോൾ സമർപ്പിക്കുന്നു. യേശുനാമത്തിൽ എല്ലാ ആതുരാലയങ്ങളെ സമർപ്പിക്കുന്നു. യേശുനാമത്തിൽ എല്ലാ ധ്യാന കേന്ദ്രങ്ങളെയും, ധ്യാന ഗുരുക്കന്മാരെയും, വചന പ്രഘോഷകരെയും, അൽമായ
പ്രേക്ഷിതരെയും സമർപ്പിക്കുന്നു. യേശുനാമത്തിൽ ആത്മഹത്യ, ഭ്രൂണഹത്യ, നരഹത്യ, കൊള്ള, കൊല, അക്രമം എന്നിവയ്ക്ക് വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന നിരവധി മക്കളെ കൺമുൻപിൽ കാണിച്ചു തരുന്നു. അവരെ ഓരോരുത്തരെയും ഈശോയ്ക്ക് സമർപ്പിക്കുന്നു. യേശുനാമത്തിൽ യേശുവേ നാഥ അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. യേശുവേ നാഥ അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. മുട്ടോളമല്ല അരയോളവും പോരാ, നിന്നിൽ മുങ്ങിടുവാൻ കൊതിയായിടുന്നേ. മുട്ടോളമല്ല അരയോളവും പോരാ, നിന്നിൽ മുങ്ങിടുവാൻ കൊതിയായിടുന്നേ. യേശുവേ നാഥ അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. നീറുന്ന മനസ്സിൻ കരുണാമൃതമേകുവമ്മേ, തളരാതെ എന്നെ നീ താങ്ങിയിടണമേ. കനിവോലും നിൻ തിരുകൈകൾ നീട്ടി എന്നെ കരതാരിൽ കൺമണി പോലെ കാത്തിടണമേ. അമ്മേ മാതാവേ, നിൻ മക്കൾ ഞങ്ങൾക്കായി ഏകിയിടണമേ നൽവരങ്ങൾ. നിൻ പൊന്നോമൽ സുതനാം ഈശോ